ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ അലമാരയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് നാളെ മുംബൈയിലോട്ട് പോകാൻ, നാളെ 2-ാം തീയതിയാണ് ഞങ്ങൾ തിരിച്ച് മുംബൈയിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഇവിടെ നമ്മൾ വെച്ചിട്ട് പോകുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് പോവുകയാണ്. കുറച്ച് തുണികളെല്ലാം എല്ലാ തവണയും നമ്മൾ വെക്കുന്ന തുണികൾ തന്നെയാണ്. അപ്പം ഇത് ഇനിയിപ്പോൾ അമ്മ എടുത്ത് ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാം എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇച്ചിരി കൂറമുട്ടായി, അതായത് എന്താണ് കൂറമുട്ടായി എന്ന് പറയും കേട്ടോ, വെള്ള കളറുടെ മെഡിസിൻ ഗുളിക, അതിട്ട് ഇതിനകത്ത് ഇടും. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതിട്ട് വയ്ക്കും അമ്മ. ഒരു പെട്ടിക്കകത്തമ്മ വേറെ പെട്ടിക്കകത്ത് വയ്ക്കും. പിന്നെ ഇവിടെ പഴയതുപോലെ അമ്മയുടെ സാരികളെല്ലാം അമ്മ വയ്ക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എൻ്റേതായിരിക്കും കേട്ടോ. ഈ ഏരിയ ഞങ്ങളുടേതായിരിക്കും. പിന്നെ ഇത് വീട്ടിലിടുന്നൊരു ഭാഗമായിരിക്കും. ഞങ്ങളിവിടെ ഈ ഭാഗത്ത് പച്ചൻ്റെ തുണി വെച്ചിട്ട്, ഈ ഭാഗത്ത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ പെട്ടിയെല്ലാം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ പുതിയത്, അതായത് ഇവിടെ വന്നിട്ട് നമ്മുടെ മേപ്പാടിയിലെല്ലാം മേപ്പാടിക്കൊക്കെ പോകുമ്പോൾ പുറത്ത് പോകേണ്ട തുണികളെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്ത് വയ്ക്കും. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തുള്ള ഞങ്ങളുടെ എല്ലാ തുണികളും ഞങ്ങൾ എടുത്തിട്ട് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് എൻ്റെ തിരിച്ച് അച്ഛൻ്റെ ഡ്രസ്സുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എങ്ങനെയാണ്. പിന്നെ പുതിയൊരു അലമാരയൊന്നും മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഒരു 5-ലോ 6-ലൊക്കെ ആകുമ്പോൾ വാങ്ങിച്ച കബോർഡാണ് കേട്ടോ. ഇത് പഴയ കാലത്തെ കബോർഡാണ് കേട്ടോ. കുറേ പഴക്കമുണ്ട്. അങ്ങനത്തെ കബോർഡാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും വളകളും കാര്യങ്ങളൊക്കെ വയ്ക്കും. അങ്ങനെയാണ് ഇത്. ഇപ്പം ഇതെല്ലാം ഞാൻ ഒഴിവാക്കി എല്ലാം നമ്മുടെ ബാഗിനകത്താക്കി തിരിച്ച് മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാലേ ഇതിനകത്ത് എൻ്റെ കുറച്ച് വളകളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചത് കേട്ടോ. ഇതിനകത്ത് കുറച്ച് വളകളാണ് ഈ ബാഗിനകത്ത്. അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ മേപ്പാടിയിലെല്ലാം കൽപ്പറ്റയൊക്കെ പോകുമ്പോൾ ഇത് പാൻറ്റൊന്നും ഇടില്ല കേട്ടോ. പാൻറ്റും ബനിയനൊന്നും ഇടില്ല. ഇപ്പം ഇങ്ങനെ വളകളെല്ലാം, അപ്പോൾ ഈ വളകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് പോകണം കേട്ടോ. ബാക്കിൽ ഇതെല്ലാം ഞാൻ ഇന്ന് എല്ലാം ഷിഫ്റ്റ് ആക്കിയത്, എല്ലാം അവിടെ വെച്ചിട്ട് എല്ലാം ജോയിൻ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തിരിച്ച് എടുത്തിട്ടിടാം. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഒന്നും നാശമാവില്ല കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ. ഈ ഒരു ബാഗ് കുറേ പഴക്കമുള്ള ബാഗാണ് കേട്ടോ. ഇതിനകത്തെല്ലാം എടുത്തിട്ട് ഇനിയിപ്പം ഇതിനകത്തേക്ക് ആരും കയറില്ല കേട്ടോ. പിന്നെ ഒരു പൗച്ച് ഇത് ഇവിടെ വെച്ചിട്ട് പോകും ഞാൻ. പിന്നെ അച്ഛൻ്റെ എല്ലാം തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയതെല്ലാം നമ്മുടെ ബാഗിനകത്തേക്ക് ഷിഫ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം ഓക്കെ. പിന്നെ അമ്മയുടെ കുറച്ച് സാരി മേലെയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം പിന്നീട്. ബായ്.